ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ നീറ്റ് എക്സാമിന് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പലപ്പോഴുമായിട്ട് ക്ലാസ് എടുക്കാൻ ഞങ്ങളുടെ ഹോസ്റ്റലിലെല്ലാം പോകുമ്പോൾ കുട്ടികളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ. അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിരിയൊന്നുമില്ല. അവർ ചിരിയെല്ലാം ഒഴിവാക്കി കുറെ കാലമായി ചിരിയെല്ലാം മറന്നുപോയൊരവസ്ഥ, അല്ലെങ്കിൽ പഠിക്കുന്നു പക്ഷെ മറന്നു പോകുന്നു. ഈ ഒരു സംഭവത്തിനെ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് വന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദിസ് സെക്ഷൻ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഹൗ മെനി ഡേയ്സ് ആർ റിമൈനിങ് ടു ഗെറ്റ് എൻ അഡ്മിഷൻ ഇൻ ദ മെഡിക്കൽ കോളേജ് ഫോർ MPBS ഓർ PDS? ഇങ്ങനെ ഞാൻ ചോദിക്കാൻ പ്രത്യേക കാരണമുണ്ട്. നമ്മളെല്ലാവരും സൈലത്തിൽ ചേർന്നിരിക്കുന്നത് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് പരീക്ഷ എങ്ങനെ എഴുതും, പരീക്ഷ എന്ത് എന്നുള്ളതല്ല, നമുക്ക് എങ്ങനെ സെലക്ഷൻ എന്നാണ് നിങ്ങളത്, എത്ര ദിവസം ആ സെലക്ഷൻ ഉണ്ട്, സെലക്ഷന് വേണ്ടി എത്ര ദിവസം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പരീക്ഷ തന്നെ എത്ര ദിവസം ഉണ്ടെന്നുള്ള എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. അത് നമുക്ക് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ എത്ര ദിവസമുണ്ട്, അത് MBBS ആവാം, PDS ആവാം, മറ്റു കോഴ്സുകളാവാം. ഓക്കെ, അത് കൃത്യമായി പറയുകയാണെങ്കിൽ അത് 6 ദിവസം. ഈ ദിവസങ്ങളുടെ പ്രാധാന്യം എന്താണ് മക്കളെ? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ സ്ലൈഡിന്റെ മേലെ ഒരു കാര്യം കാണാൻ പറ്റും. 17, 18, 19 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു 6205 എന്നും 6570 എന്നും 6935 എന്നും കാണാം. ഇത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഒരു 17 വയസ്സായ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു 18 വയസ്സായ കുട്ടി, അല്ലെങ്കിൽ ഒരു 19 വയസ്സായ, ഇപ്പൊ നിങ്ങൾ റിപ്പീറ്റർ ഉണ്ട്, അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് +2 എഴുത്ത് കുട്ടികളൊക്കെ നമുക്കുണ്ടാവും. അപ്പൊ ഇവർ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ജനിച്ചത് മുതൽ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്രയും ദിവസങ്ങൾ ജീവിച്ചിട്ട് പോലും നമ്മൾ എന്താവണം തീരുമാനിക്കുന്ന ദിവസം ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ ഫിക്സ് ഡേയ്സ്, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കുന്ന 6 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടെൻഷൻ. ഈ ടെൻഷൻ എന്തിന് എന്നുള്ളതാണ് എന്റെ ചോദ്യം. പക്ഷെ നിങ്ങൾക്ക് അതിന് 100 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രധാനമായിട്ടും ഈ ടെൻഷൻ, യു ക്യാൻ സീ ഓരോരുത്തരെ നമ്മൾ കാണുന്ന നിങ്ങളുടെ അവസ്ഥകളാണ് ഈ ഒരു പിക്ചറിലൂടെ ഞാൻ കാണിച്ചു തന്നത്. ചിലപ്പോൾ നമ്മൾ പഠിക്കാനേ തോന്നുന്നില്ല, ചില സമയത്ത് നമ്മൾ പഠിക്കും, പക്ഷെ പഠിക്കുമ്പോൾ അത് മറന്നു പോകും. ഈ സംഭവത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം നമുക്ക് പറയാൻ പറ്റും, ദ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അല്ലെ, നമുക്ക് വിശ്വാസം ഇല്ലായ്മ. വിശ്വാസം ഇല്ലായ്മ അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതായത് ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥ. നമുക്കൊരു കാര്യമുണ്ട്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് വരുന്നതെന്ന് അറിയണ്ടേ? അതിൽ പ്രധാനമായും ഒരു കാരണം ലാക്ക് ഓഫ് സ്റ്റഡിയാണ്. പലപ്പോഴും നമ്മൾ പൂർണ്ണമായി പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേരും. അതിന് എന്താണ് കാരണം ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഡിലേ ആക്കിയതായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് പഠിക്കാമെന്ന് വിചാരിച്ച് മാറ്റിയതായിരിക്കാം. എന്തായാലും ഈ ഒരു പൂർണ്ണമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നു? ഫിയർ ഓഫ് എക്സാമിന് നിങ്ങൾക്ക് പേടിയായി. ഈ 2 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്താ വരുന്നത്? ഓവർ ടെൻഷൻ. ഈ ടെൻഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എന്താ ഒരു പുൾ യു ബാക്ക് ആണ്, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ശക്തിയാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു അവസ്ഥയിലെത്തും. മക്കളെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ 10 ചാപ്റ്റർ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് വിചാരിക്കുക. അതിൽ 8 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പഠിക്കേണ്ടത് 2 ചാപ്റ്റർ ആയിരിക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ഈ 2 ചാപ്റ്ററിനെ പറ്റിയാ, എനിക്കിത് പറ്റിയില്ലല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഈ 10 ചാപ്റ്റേഴ്സുമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച 8 ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുകിൽ നിങ്ങൾ മുഴുവനായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ലെവലിൽ നിങ്ങൾ പഠിക്കുക, പറ്റാത്തതിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾ പറ്റാത്തതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടെൻഷൻ എന്തുണ്ടാക്കണം നോക്കൂ. യു ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഈ ഒരു ചെറിയ 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടേഴ്സ് കാണിക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു ചോദ്യമുണ്ട്, അല്ലെ, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൗ
എങ്ങനെ? അല്ലേ? ഇത്രയും ദിവസം കൊണ്ട് പറ്റാത്തത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ചെറിയ, അതായത് നമ്മൾ പറയുന്ന വെറും ഒരു 6 ദിവസം കൊണ്ട് എങ്ങനെ പറ്റും എന്ന് ചോദിക്കുമ്പോ നമുക്ക് പറയാനൊരു ഉത്തരവുണ്ട്. എന്താണ് ആ ഉത്തരം? ദാറ്റ് മീൻസ് ബിലീവ് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളെ വിശ്വസിക്കൂ ആദ്യം. നിങ്ങളെ വിശ്വസിക്കുക, അതുവഴി മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കും. ഫസ്റ്റ് ബിലീവ് ഇൻ അവർ സെൽഫ്. നോ, നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വിശ്വസിക്കുക. ഞാൻ എന്നെ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. അതുകൊണ്ട് ആദ്യം നമ്മളെ കഴിവുകൾ നമ്മൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ടല്ലോ മക്കളെ, നിങ്ങൾ +2 ലെവലിൽ പഠിച്ച സമയത്ത് മാക്സിമം 2 ദിവസം, അതല്ലെങ്കിൽ ചില ആൾക്കാർ അത്രയില്ല, 1 ദിവസം എല്ലാം പഠിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക് മുഴുവൻ പഠിച്ച് ഫുൾ മാർക്കോ A+ വാങ്ങിയിരിക്കുന്ന വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ് നിങ്ങളെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ ഈ ബുദ്ധിശക്തി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കും മക്കളെ. യു ബിലീവ് ഇൻ യുവർ സെൽഫ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ കാര്യങ്ങൾ നറിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വൈകിയ വേളയിൽ പോലും എല്ലാ ടീച്ചേഴ്സും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എന്ത് സംശയമാണോ അത് തീർക്കാൻ വേണ്ടി ഒരു നിരനിരയായി നിങ്ങളെ പിന്നിൽ ഉണ്ട് എന്നുള്ള സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കണം? Why you are fear about the exam? Everything is okay with you. നിങ്ങളെ കയ്യിൽ ഒരൊറ്റ കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പണ്ട് കാലത്ത് +2 നിങ്ങളെ പഠിച്ച സമയത്ത് ആ ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചിട്ടും ഇത്ര മാർക്ക് കിട്ടിയെന്ന് ചിന്തിക്കും. നിങ്ങൾ ആ ഒരു ചിന്താഗതി, നിങ്ങളെ ആ ഒരു പോസിറ്റീവ് തിങ്കിങ് നിങ്ങളെ വീണ്ടും പോസിറ്റീവ് ആക്കി മാറ്റി നിങ്ങൾക്ക് ഊർജം പകരുമെന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്ക് വിശ്വാസമാണ്, നിങ്ങൾക്കും വിശ്വാസമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, യു ക്യാൻ. ദാറ്റ് മീൻസ് ഇത് ഞാൻ പറയുമ്പോൾ യു ക്യാൻ എന്നാണ് പറയുക. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഓരോ ദിവസവും വെറും വിചാരിച്ചാൽ പോരാ. ഡു യുവർ ഡ്യൂട്ടി. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാം. ഞാനിതിൽ കൊടുത്തിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഐ ക്യാൻ ഡു എന്ന് പറഞ്ഞ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അതിന്റെ ലെറ്റേഴ്സിന്റെ ഫോണ്ടിന്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതായത് ഓരോ ദിവസം കൂടുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരികയാണ്. അത് മനസ്സിലാക്കുക. അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോവാ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞാലും എനിക്കറിയാം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ലോകത്തിൽ ആർക്കും പറ്റില്ല. അത് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം നിങ്ങളെ പറ്റി അറിയാവുന്ന ഒരൊറ്റ വ്യക്തി നിങ്ങൾ മാത്രമല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സിന് മുഴുവനായിട്ട് നിങ്ങൾ അറിയാൻ പറ്റില്ല, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിന് ചിലപ്പോൾ നിങ്ങൾ അറിയാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾ അറിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. നോക്കൂ, വാക്കുകൾ നിങ്ങൾ നോക്കൂ. പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വൺ സെൽഫ്. നോ വൺ ക്യാൻ പ്യൂരിഫൈ അനദർ. ഒരാളെ മറ്റൊരാൾക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ പ്യൂരിഫൈ എന്നുള്ളതിന്റെ വാക്കിന് പകരം നമുക്ക് മോട്ടിവേഷൻ എടുത്താലോ ഒക്കെ, നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ അല്ലേ. നമുക്ക് തോന്നണം നമുക്ക് പഠിക്കണം എന്നുള്ളത്. അപ്പോ ചില വാക്കുകളായിരിക്കാം ചിലപ്പോൾ നമ്മളെ മാറ്റിമറിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ ഈ കാര്യം അവതരിപ്പിച്ചത്. ഓക്കെ, സോ നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. വൺ മോർ തിങ്, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നലെ പഠിച്ചില്ലല്ലോ, എനിക്ക് ഈ 6 ദിവസം കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിക്കാറുണ്ട് അല്ലെ. അതായത് 6 ദിവസം കൊണ്ട് പറ്റും. ഇത്രയും ദിവസങ്ങൾ 1 വർഷത്തോളം നമ്മൾ നോക്കി, ഇതുവരെ പറ്റാത്തത് എനിക്ക് പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടിങ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലെ, APJയുടെ ഒരു പ്രധാനപ്പെട്ട എന്താ നോക്കൂ. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി അല്ലെ. ടുമോറോ ഈസ് എ മിസ്റ്ററി, ബട്ട് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ദ പ്രസന്റ്. നമ്മൾ പറയല്ലേ, നമ്മൾ പ്രസന്റ് കൊടുക്കാൻ കേട്ടിട്ടില്ലേ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസമാണ് നമ്മളുടെ ഗിഫ്റ്റ്. അപ്പൊ ഓരോ ദിവസവും ഈ 6 ദിവസത്തെയും അതൊരു ഗിഫ്റ്റായി നിങ്ങൾ കാണുക. ഓരോ മിനിറ്റുകളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവിടെ ഏകദേശം ഒരു 6000-ഓളം ദിവസങ്ങൾ ജീവിച്ചത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ 1 മിനിറ്റിന് എത്രത്തോളം ഈ 1 day ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 6 day ഈസ് ഈക്വൽ ടു 6000 days എന്ന് പറയുമ്പോൾ 1 is to 1000 എന്നാണ്. നിങ്ങളുടെ 1 ദിവസത്തിന് 1000 ദിവസത്തിന് വില ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ മിനിറ്റും നഷ്ടപ്പെടാതെ, ടെൻഷൻ അടിക്കാതെ, ഓരോ ദിവസവും ഓരോ മിനിറ്റുകളും നിങ്ങൾ ഉപയോഗിച്ച് ഈ 6 ദിവസം നിങ്ങൾ പരിപൂർണമായിട്ട് നിങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് നമുക്ക് അതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, only you can plan your destiny and this destiny can be achieved within 6 days.